വെൽക്കം ടു ആൾ. ഐ ആം സതീഷ് കുമാർ. നമ്മളിന്നിപ്പോൾ നേരത്തെ ഒരു വീഡിയോ എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. CBSE തന്നെ 7ാം ക്ലാസ്സിലെ സയൻസിലെ ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് എന്നുള്ളതിന്റെ പാർട്ട് 1. ഇപ്പൊ നമ്മൾ പാർട്ട് 2ലേക്ക് പോവുകയാണ്. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അടുത്ത ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾസ് ഓഫ് ഇലക്ട്രിക് കമ്പോണൻസ്. അപ്പൊ കുറച്ച് സിമ്പിൾസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് സിമ്പിൾസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ആദ്യം കാണുന്നത് ഇലക്ട്രിക് സെൽ. നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത് അത് ബാറ്ററി ഒന്നും അല്ല കേട്ടോ, ഇലക്ട്രിക് സെൽ എന്നാണ്. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാറ്ററി ഉള്ളൂ. താഴോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. വെർട്ടിക്കലി ഒരു വലിയ വര, അതിൽ നിന്നും ടച്ച് ചെയ്യാതെ വെർട്ടിക്കലി തന്നെ കുറച്ച് കട്ടിയുള്ള ചെറിയൊരു വര, ഇത് രണ്ടിനെയും പ്രത്യേകം കണക്ട് ചെയ്തുകൊണ്ട് ഹൊറിസോണ്ടലി ഉള്ള രണ്ട് വരകൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക്, അതായത് ഒരെണ്ണം അതിന്റെ ആ വലിയ വരയെ പോസിറ്റീവ് ടെർമിനൽ എന്നും ചെറിയ വരയെ നെഗറ്റീവ് ടെർമിനൽ എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കാം. ഇലക്ട്രിക് ബൾബ്. ബൾബ്, പക്ഷെ നമ്മുടെ മലയാളത്തിന്റെ അക്ഷരം ത എന്നപോലെ ഇതിന്റെ ഒരു വട്ടം വരച്ച് രണ്ട് വയേഴ്സ്, അതായത് ഈ കാറ്റിക്കുന്ന നീളത്തിൽ നമ്മൾ ഞാൻ പറഞ്ഞു ഹൊറിസോണ്ടലി വരച്ചിരിക്കുന്ന നമ്മൾ വയറാണ്, അത് താഴെ വരുന്നുണ്ട്, അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് മൂന്നാമത് എന്താണ്? സ്വിച്ച് ഇൻ ഓൺ പൊസിഷൻ. അതിലൂടെ നമുക്ക് ഒരു സേഫ്റ്റി പിന്നാണ് കാണിച്ചിരിക്കുന്നതെങ്കിലും താഴെ അതിന്റെ ഇപ്പുറത്ത് കാണിച്ചിട്ടുണ്ട് എന്താണ്? രണ്ട് ഡോട്ട്, രണ്ട് ലൈൻസ്, രണ്ട് വയറുകൾ വന്ന് രണ്ട് ഡോട്ടിലായി രണ്ട് പോയിന്റ്സിൽ നിൽക്കുന്നു. ആ പോയിന്റ്സ് നിൽക്കുന്നതിന് അതിന്റെ മുകളിൽ നിന്നും അപ്പോൾ ഒരു പലക വയ്ക്കുന്നത് പോലെ ഒരു ചെറിയ ഒരു സ്ലാബ് പോലെ ഒരെണ്ണമുണ്ട്. അതൊന്ന് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ രണ്ട് പോയിന്റിൽ തമ്മിൽ യാതൊരുവിധ കോൺടാക്ട്സും ഇല്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മീഡിയം. ഓക്കെ, ഇനി സ്വിച്ച് ഇൻ ഓഫ് പൊസിഷൻ നമുക്ക് നോക്കാം. ഇവിടെയും സേഫ്റ്റി പിൻ തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നതെങ്കിലും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരെണ്ണം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കണക്ഷൻ ഇല്ല, അല്ലേ? അപ്പൊ അത് ഓഫായി. അടുത്തത് ബാറ്ററി. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ സെല്ല്, ഒന്നിൽ കൂടുതൽ സെല്ലുകളെ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ, അതിനെക്കുറിച്ച് അതിന്റെ കണക്ഷൻ ടൈപ്പിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ പിന്നെ പഠിക്കും. കണക്ട് ചെയ്യുമ്പോൾ അതിന് നമുക്ക് എന്തെന്നു സെല്ലെന്നുള്ളത് മാറി ബാറ്ററികൾ, ഒന്നിൽ കൂടുതൽ സെല്ലുകള് കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയുന്നു? ബാറ്ററി എന്ന് പറയുന്നു. ഇനി മൂന്നാമത് കാണിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞു, വയർ. കണക്ടിങ് വയേഴ്സിന് നമുക്ക് സ്ട്രൈറ്റ് ലൈൻ, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള നീളമുള്ള വയറുകളായിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട സിമ്പിൾസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഞാൻ ഇവിടെ തന്നു. ഓക്കെ, താങ്ക് യു.